ഗുരുദേവായ നമഃ. പൂഞ്ഞാർ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇടപ്പാടിയിൽ നിന്നും പൂഞ്ഞാറിലേക്ക് 15 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇടപ്പാടിയിലെ പോലെ ഈ പ്രദേശത്തെ ഈഴവർക്കും സ്വന്തമായി ആരാധനാലയം ഉണ്ടായിരുന്നില്ല. ഇടപ്പാടിയിലെ ഈഴവർ സ്വന്തമായി ക്ഷേത്രം നിർമ്മിച്ചതോടെ പൂഞ്ഞാറുകാർക്കും ഒരു ക്ഷേത്രം വേണമെന്ന ആഗ്രഹമുണ്ടായി. ഇവിടത്തെ ഈഴവ പ്രമാണിമാരിൽ പ്രമുഖർ മങ്കുഴി കുടുംബക്കാരായിരുന്നു. ഇടപ്പാടിയിൽ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഗുരുവും അനുയായികളും വന്നതറിഞ്ഞ് മങ്കുഴി തറവാട്ടിലെ പ്രമാണിമാർ ഇടപ്പാടിയിലെത്തി. പൂഞ്ഞാറിലെ ഈഴവർക്കും ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അന്ന് തന്നെ ഗുരുവും സംഘവും പൂഞ്ഞാറിലേക്ക് തിരിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ പൂഞ്ഞാറിലും സുബ്രഹ്മണ്യനെ സങ്കല്പിച്ച് ഒരു വേൽ പ്രതിഷ്ഠിച്ചു. ഈ വേലിനെന്തിരിക്കുന്നു ശക്തി എന്ന് ചോദിച്ചുകൊണ്ട് അന്തേവാസികളിൽ ആരോ ചിലർ വേലെടുത്തു മാറ്റി. അതിന്റെ ഫലമായി ക്ഷേത്ര ഭാരവാഹികൾക്കും നാട്ടുകാർക്കും ഒട്ടനവധി ദുരന്തങ്ങളുണ്ടായി. ഭയന്നുപോയ നാട്ടുകാർ ഗീതാനന്ദ സ്വാമികളെയും സച്ചിദാനന്ദ സ്വാമികളെയും കൊണ്ടുവന്ന് പരിഹാരകർമ്മങ്ങൾ ചെയ്യിച്ചു. ഇപ്പോൾ നാട്ടുകാർക്കും നാടിനും വലിയ അഭിവൃദ്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. 1927 ജൂൺ 7-ാം തീയതി, അതായത് 1102 ഇടം 24 ചൊവ്വാഴ്ച, ശ്രീനാരായണ ഗുരുദേവൻ പൂഞ്ഞാറിൽ സന്നിധാനം ചെയ്യുകയും പൂഞ്ഞാർ മങ്കുഴി ക്ഷേത്രത്തിൽ ഒരു വെള്ളി വേൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സുബ്രഹ്മണ്യസ്വാമിയെ സങ്കല്പിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നീട് 1950 ആഫീസ് കെട്ടിടം പണി കഴിപ്പിച്ചു. തുടർന്ന് 1955 ക്ഷേത്രം മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. 1983 സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തി. പൂഞ്ഞാർ ബ്രഹ്മശ്രീ കാർത്തികേയൻ തന്ത്രികളാണ് പ്രതിഷ്ഠ നടത്തിയത്. 1998 ഗുരുമന്ദിരവും കല്യാണ മണ്ഡപവും സുജൻ തുണ്ടത്തിൽ തൻ്റെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ച് നൽകി. 2000 ആണ്ടിൽ ധ്വജപ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഇട്ടിണ്ടാൻ വേലമ്പറമ്പിലും സെക്രട്ടറി കൃഷ്ണൻ, അതായത് പാപ്പൻ മണ്ണൂരുമായിരുന്നു. 108 നമ്പർ SNDP ശാഖയുടെ വകയാണ് പൂഞ്ഞാർ മങ്കുഴി ആകൽപ്പാന്ത പ്രശോഭിനി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. TK മാധവൻ SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് മീനച്ചിൽ യൂണിയൻ സ്ഥാപിതമാകുന്നതും അതുപോലെ തന്നെ 108 നമ്പർ ശാഖയുടെയും പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. തുടങ്ങുമ്പോൾ 9ാം നമ്പറായാണ് ഈ ശാഖയുടെ പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ സീല് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ അവസാനത്തെ പൊതു ചടങ്ങായ 1928 നടക്കുന്നത്. 108 ശാഖകൾക്ക് രജിസ്ട്രേഷൻ വിതരണം ചെയ്ത കൂട്ടത്തിൽ വാങ്ങിയപ്പോൾ നമ്പർ 108 മാറുകയായിരുന്നു. അപ്പോൾ ഗുരുദേവനോട് നേരത്തെ 9 ആയിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എന്ന് മറുപടി പറയുകയാണുണ്ടായത്. അതായത് 108 108 9 എന്നാകുമല്ലോ. അതുപോലെ തന്നെ പൂഞ്ഞാർ ടൗണ് അടുത്ത് അന്ന് വള്ളത്തിലാണ് ഗുരുദേവൻ വന്നത്. അവിടെ നിന്നും ഇവിടെ എത്തിയപ്പോൾ പൂഞ്ഞാറിലെ ശുദ്ധജലം കയ്യിൽ കോരിയെടുത്ത് ഇത് പുണ്യ ജലമാണ്, ഔഷധ ഗുണമുള്ള ജലമാണ്, ഇത് പുണ്യ ആറാണ് എന്ന് പറയുകയുണ്ടായി. അതിൽ നിന്നാണ് പൂഞ്ഞാറെന്ന്, ഈ പുണ്യ ആറാണ് പൂഞ്ഞാറായി മാറിയത് എന്ന് ഐതിഹ്യം. പിന്നീട് കാലക്രമത്തിൽ ഈ ശാഖ വളരെ വലിയ ശാഖയായിരുന്നത് 9 പുതിയ ശാഖകൾ ഉണ്ടാകുകയും ഇപ്പോൾ 108 എന്ന ശാഖ നിലനിൽക്കുകയും ചെയ്യുന്നു. ശാഖയുടെ വകയായിട്ട് ഏതാണ്ട് 7000-ൽ സ്ക്വയർ ഫീറ്റിൽ ഒരു പ്രാർത്ഥനാലയത്തിൻ്റെ പണി പൂർത്തിയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കീർത്തി സ്തംഭവും ഏതാണ്ട് 90% പണി പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ
നിൽക്കുന്നതായ വിഗ്രഹവും, രണ്ടാമത്തെ നിലയിൽ SNDP യോഗത്തിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റായ ഡോക്ടർ പൽപ്പുവിൻ്റെയും, മൂന്നാമത്തെ നിലയിൽ കുമാരനാശാൻ്റെയും, നാലാമത്തെ നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 1912 വർക്കലയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെ ശാരദാദേവിയുടെയും, അഞ്ചാമത്തെ നിലയിൽ സർവ്വ ഐശ്വര്യങ്ങളുടെയും അതിദേവതയായ മഹാലക്ഷ്മിയുടെയും വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പണിയും പൂർത്തിയായി വരികയാണ്.